ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ നമ്മൾ തുടങ്ങി വെച്ച 28 ദിവസത്തെ ചാലഞ്ച്, ഹാപ്പിനെസ് ആൻഡ് പീസ് ചാലഞ്ച്, ഓരോ ഘട്ടം ഘട്ടമായി പ്രാക്ടീസിലൂടെ നമ്മളത് ചെയ്ത് 28 ദിവസം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചു, ഒരുപാട് ആൾക്കാർ അത് ചെയ്ത് നോക്കി അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. 100% വിശ്വസിച്ചത് നമ്മൾ ചെയ്യുക. അവരവരുടെ ഹാപ്പിനെസ് ഞാനുമായിട്ട് ഷെയർ ചെയ്തു. അവർ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, എല്ലാ മേഖലയും ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ 28 ദിവസം കടന്നു പോയിരിക്കുന്നത്. അതൊന്ന് നമുക്കൊന്ന് റീക്യാപ്പ് നോക്കാം. ഒന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്ന് ഞാൻ ഒന്ന് ചുരുക്കി പറയാം. ഒന്ന്, നമ്മൾ നമ്മുടെ ഇപ്പോൾ ഉള്ള കാര്യങ്ങളെ ആദ്യം സ്ട്രെസ്സ് ചെയ്ത് അതിനെ ഒന്ന് ഓർത്തെടുത്ത് ഇല്ലാത്ത കാര്യങ്ങളിൽ നിന്നുള്ള ശ്രദ്ധ നമ്മൾ ആദ്യം ഉള്ള കാര്യങ്ങളിലോട്ട് മാറ്റി. പിന്നെ മാജിക്കൽ റോക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നമ്മുടെ ഉള്ള റിലേഷൻഷിപ്സ് എങ്ങനെ മാജിക്കലാക്കാം എന്ന് പറഞ്ഞു. നമ്മുടെ ആരോഗ്യം എങ്ങനെ മാജിക്കലാക്കാം എന്ന് പറഞ്ഞു. നമ്മുടെ കയ്യിലുള്ള പൈസ എങ്ങനെ മാജിക്കലാക്കാം, എങ്ങനെ പൈസ സമ്പാദിക്കാം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ നമ്മുടെ ജോലിയിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ എങ്ങനെ മാജിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യാം, നമ്മൾക്ക് പേടിയുള്ള കാര്യങ്ങൾ എങ്ങനെ പേടി മാറ്റി ചെയ്യാമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെഗറ്റീവായിട്ടുള്ള ആൾക്കാരിൽ നിന്ന്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് എങ്ങനെ മാറി നിൽക്കാം, പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെ എങ്ങനെ നമ്മളിലോട്ട് ആകർഷിക്കാമെന്ന് പറഞ്ഞു. പിന്നെ പൈസ നമ്മളിലോട്ട് ആകർഷിക്കാനുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ വരുത്തേണ്ട ചേഞ്ചസും പൈസ എങ്ങനെ നമ്മളിലോട്ട് ഈസി ആയിട്ട് എഫർട്ട്ലെസ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാമെന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മുടെ പ്രഭാതങ്ങൾ, നമ്മുടെ രാവിലെകൾ എങ്ങനെ സമ്പുഷ്ടമാക്കാം, നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ എങ്ങനെ ആ ദിവസം ഫുൾ എനർജി ആയിട്ട് തുടങ്ങാമെന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയ ആൾക്കാരുമായി എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മുടെ പല ആഗ്രഹങ്ങളും എങ്ങനെ ട്രൂ ആക്കാം, എങ്ങനെ അതിൽ നമുക്ക് ആഗ്രഹങ്ങളെ സബലീകരിക്കാം വിഷയം പറഞ്ഞു. ഒരു ദിവസം എങ്ങനെ മാജിക്കലാക്കാം, അതിൻ്റെ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. എങ്ങനെ നമ്മളുമായി എതിർത്ത് നിൽക്കുന്ന ആൾക്കാർ, നമുക്ക് സങ്കടം തന്നിട്ടുള്ള ആൾക്കാർ, നമുക്ക് മുമ്പുണ്ടായിരുന്ന ദുരനുഭവങ്ങൾ എങ്ങനെ മാറ്റിയെടുത്ത് ആ സങ്കടത്തിൽ നിന്ന് നമ്മുടെ റിലേഷൻഷിപ്സിനെ, വേദനകളെ ഹീൽ ചെയ്യാം എന്ന് പഠിപ്പിച്ചു തന്നു. പിന്നെ ആരോഗ്യത്തിൽ എങ്ങനെ അത്ഭുതങ്ങൾ കൊണ്ടുവരാം, എങ്ങനെ നമുക്ക് മാജിക്കൽ ചെക്കുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യാം, എങ്ങനെ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ എഴുതി അത് വിജയകരമാക്കാമെന്ന് പറഞ്ഞു. നമ്മൾ നടക്കുമ്പോഴും എല്ലാം എങ്ങനെ മെഡിറ്റേഷൻ നന്നായി ചെയ്യാം, മെഡിറ്റേറ്റീവായിട്ട് എങ്ങനെ ജീവിക്കാമെന്ന് പറഞ്ഞു. നമ്മുടെ സ്വയം ഉള്ള കഴിവുകൾ കണ്ടെത്തി സ്വയം മാജിക്കൽ മിറർ എങ്ങനെ നമുക്ക് സ്വന്തം കഴിവുകളെ പുകഴ്ത്തി സ്വയം കുറ്റപ്പെടുത്താതിരിക്കാമെന്ന് പറഞ്ഞു. നമ്മൾ ശ്വസിക്കുന്ന എയറിനെ എങ്ങനെ പ്യൂരിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മുടെ കയ്യിലുള്ള മാന്ത്രിക ദണ്ഡിനെക്കുറിച്ച് പറഞ്ഞു. ഈ ലോകത്തിനെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിനെ, ഈ പ്രപഞ്ചശക്തി എങ്ങനെ നമ്മുടെ ഫ്രണ്ടാക്കാം എന്ന് പറഞ്ഞു. എങ്ങനെ നമ്മൾക്കുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ തന്നെ വിചാരിക്കുകയാണ് എനിക്ക് ഇന്നത് പറ്റില്ല, അങ്ങനെ നമ്മുടെ തെറ്റുകൾ എന്ന് പറഞ്ഞ് നമ്മൾ സ്വയം കുറ്റപ്പെടുത്തുന്നതിനെ എങ്ങനെ നമ്മുടെ ബ്ലെസ്സിങ്സ് ആക്കി ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. എങ്ങനെ നമുക്കുള്ള തലേ ദിവസത്തെ കാര്യങ്ങൾ, നമുക്ക് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെ മാജിക്കലായിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും നമ്മൾ 28 ദിവസം ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. ഒക്കെ ഷോർട്ട് വീഡിയോസായിട്ട് കാര്യം മാത്രം പറഞ്ഞിട്ടാണ് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. എല്ലാ ദിവസവും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണമെന്നും കുറേ ചിട്ട കാര്യങ്ങൾ, ഡെയിലി ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നുകൂടി നോക്കുക. ഇന്ന് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഇത് ഡെപ്തിലോട്ട് പോവുകയാണ്. പേഴ്സണൽ മെൻറ്റർഷിപ്പും പേഴ്സണൽ ക്ലാസ്സുകളും എല്ലാം അവൈലബിൾ ആണ്. 10 ഡേ ക്ലാസ്സുകളും ഓൺലൈൻ ക്ലാസ്സുകളും എല്ലാം ഉണ്ട്. അപ്പോൾ വേണ്ടവർ ഇത് കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് നേരിട്ട് സംസാരിക്കാം. എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് സൊല്യൂഷൻസ് കണ്ടെത്താം. താങ്ക് യു സോ മച്ച്.